സുഹൃത്തുക്കളെ, കുരിയച്ചിറയിലെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്നൊരു ചൊല്ല് ഇംഗ്ലീഷിലുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്കും ഈ ആശയം ബാധകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും ലോകത്തിൻ്റെ മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കായിട്ട് വേണം. എന്നാൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലാണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രദേശത്താണ്. ഓരോരുത്തരും തങ്ങളുടെ പ്രദേശത്തിന് വേണ്ടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ലോകം നന്നാവാൻ അത് മതി. ഓരോ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാന കാരണം കണ്ടെത്തി അതിന് നമ്മൾ പരിഹാരം കാണണം. If you want to change the fruits, change the roots. If you want to change the visible, change the invisible. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തെക്കുറിച്ച് നമുക്ക് കൂട്ടായ സ്വപ്നങ്ങളും അവയെ ഫലമണിയിക്കാൻ കൂട്ടായ പ്രവർത്തനങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരു ആൾക്കൂട്ടം എന്ന അവസ്ഥയിൽ നിന്നും ഒരു ജനതയായി ഉയരുന്നത്. സ്വപ്നങ്ങളാണ് വ്യക്തിയെയും സമൂഹത്തെയും ചലനാത്മകമാക്കുന്നത്. Erosion of common dreams is the greatest tragedy which a community faces. കുരിയച്ചിറയുടെ ഹൃദയഭാഗത്ത് 8 ഏക്കറിലധികം വരുന്ന കോർപ്പറേഷൻ വക സ്ഥലത്ത് നിൽക്കുന്ന അറവുശാലയും അനുബന്ധ സ്ഥാപനങ്ങളും പുറത്തുവിടുന്ന മാലിന്യം കുരിയച്ചിറക്കാരുടെ അന്തരീക്ഷത്തെയും മണ്ണിനെയും വെള്ളത്തെയും മലിനമാക്കുന്നത് തടയാൻ നമ്മൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി വിവിധ സമരങ്ങൾ നടത്തി. എല്ലാ സമരങ്ങളും പൂർണ്ണ വിജയം കൈവരിച്ചെങ്കിലും പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും തലപൊക്കാം. ഈ എല്ലാ സമരങ്ങളുടെയും വിജയം കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നമ്മൾ കുരിയച്ചിറക്കാരുടെ ഒത്തൊരുമ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് സാധിച്ചത്. ഇത് എല്ലാ കാലത്തും കുരിയച്ചിറക്കാർക്ക് ഉണ്ടാകണം. നമ്മൾ കുരിയച്ചിറക്കാർ ഇന്ന് എല്ലാം കൊണ്ടൊരു മാതൃക സമൂഹമായി മാറിയിരിക്കുകയാണ്. ഇനിയും ധാരാളം മാറാനുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന 20-ൽ അധികം റെസിഡൻഷ്യൽ അസോസിയേഷനുകളുണ്ട്. കുരിയച്ചിറയുടെ പൊതുവായ പ്രശ്നങ്ങളിൽ അവയെല്ലാം ഇടപെടുന്നുണ്ട്, കാര്യക്ഷമമായി തന്നെ ഇടപെടുന്നുണ്ട്. നമ്മൾ കൂടുതൽ ചടുലതയോടെ പ്രവർത്തിക്കേണ്ട സമയമാണിത്. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട്, കേരള ലൈബ്രറി ഹാളിലാണ് പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മൾ ഒത്തുകൂടുന്നത്. നല്ല സഹകരണമാണ് കേരള ലൈബ്രറിയുടെ ഭാരവാഹികൾ ഇത്തരം പൊതുകാര്യങ്ങളിൽ നമുക്ക് നാട്ടുകാർക്ക് നൽകുന്നത്. ഇന്ന് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാന ദൗത്യം ലഹരി മുക്ത കുരിയച്ചിറയാണ്. കുരിയച്ചിറ ലഹരി വിരുദ്ധ കൂട്ടായ്മ എന്നൊരു സന്നദ്ധ സംഘടന ഇതിനുവേണ്ടി നമ്മൾ നാട്ടുകാർ രൂപീകരിച്ചിട്ടുണ്ട്. അതൊരു സന്നദ്ധ സംഘടനയാണ്. കഴിഞ്ഞ മാസം 26-ാം തീയതി കുരിയച്ചിറ സെൻറ്ററിൽ ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നമ്മൾ നടത്തി. ഏകദേശം 500-ലധികം ആളുകൾ ഈ പ്രതിജ്ഞയിലും ഈ ചങ്ങലയിലും പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ മത നേതാക്കൾ, സ്കൂൾ മേധാവികൾ എന്നിവർ അതിൽ പങ്കെടുത്തു. ചങ്ങല ഫ്ലാഗ് ഓഫ് ചെയ്തത് ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO ശ്രീ വിമോദ് ആയിരുന്നു. നമ്മുടെ മക്കളെയും പേരമക്കളെയും അതുവഴി നാടിനെയും രാജ്യത്തെയും മനുഷ്യകുലത്തെയും നശിപ്പിക്കുന്ന ആറ്റം ബോംബിനേക്കാൾ പ്രഹരശക്തിയുള്ള നശീകരണ ആയുധമാണ് ലഹരി പദാർത്ഥങ്ങൾ, മദ്യമടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ. ഇത് നമ്മുടെ നാടിൻ്റെ 7 അയലത്ത് അനുവദിക്കരുത്. നമ്മുടെ കൂട്ടായ്മയുടെ ഭാരവാഹികൾ ഒല്ലൂർ നെടുപുഴ പോലീസ് സ്റ്റേഷൻ SHOമാരുമായും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അവർ നമുക്ക് പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഈ ഉദ്യമത്തിന്, ലഹരിക്കെതിരായിട്ടുള്ള ഈ ഉദ്യമത്തിൽ നമ്മുടെ പോലീസ് അധികാരികൾ നമുക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ലഹരി കച്ചവടത്തെ പറ്റിയുള്ള
വിവരങ്ങൾ നൽകാൻ കുരിയച്ചിറ സെൻറ്ററിൽ പോലീസിൻ്റെ പരാതിപ്പെട്ടികൾ വയ്ക്കാനും ഫോൺ നമ്പറുകൾ എഴുതിയ ബാനറുകൾ കെട്ടാനും നടപടിയായിട്ടുണ്ട്. വിവരം നൽകുന്നവരുടെ ലഹരിക്കെതിരായിട്ടുള്ള ലഹരി കച്ചവടത്തെക്കുറിച്ചോ ലഹരി വ്യാപനത്തെക്കുറിച്ചോ വിവരം നൽകുന്നവരുടെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും പുറത്തു വരാതെ നടപടി ഉണ്ടാകും എന്നും നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തും എന്ന കാഴ്ചക്കാരൻ പ്രഭാവത്തിൽ, അതായത് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ്, അതിൽ അഭിരമിക്കാതെ എല്ലാ നല്ലവരായ കുരിയച്ചിറക്കാരും ലഹരി വിരുദ്ധ കൂട്ടായ്മയിൽ സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നാട്ടുകാരുടെ സഹകരണമില്ലാതെ, നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണമില്ലാതെ ഒരു സംഘടന കൊണ്ടും ഒരു പ്രതിജ്ഞ കൊണ്ടും ഒരു മനുഷ്യച്ചങ്ങല കൊണ്ടും ഒന്നും ഇത് നമുക്ക് ഈ ലഹരി വ്യാപനം തടയാൻ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നടത്തുന്ന ത്യാഗമാണ്. നമ്മൾക്ക് കുരിയച്ചിറയെ ലഹരി മുക്തമാക്കാം, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. കുരിയച്ചിറയിൽ ലഹരി വേണ്ട, ഒരിടത്തും ലഹരി വേണ്ട.